അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയുല്ലാഹി ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ധാരാളം വിഷയങ്ങളിൽ ധാരാളം സന്ദർഭങ്ങളിൽ അള്ളാഹുമായി ഇടപെട്ട കുറേ സന്ദർഭങ്ങളൊക്കെ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ആ കൂട്ടത്തിൽ ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജനങ്ങളുടെ എല്ലാ മുഅ്മിനീങ്ങളുടെ നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന മീസാന് തട്ടുണ്ടല്ലോ ആഖിറത്തിൽ, അതിനെ കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് അത്ഭുതപ്പെട്ടുപോയി. വല്ലാത്തൊരു മീസാൻ തട്ടാണ്, നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നുമല്ല. അവിടുന്ന് പേടിച്ചുപോയി. അവിടുന്ന് റബ്ബിനോട് ചോദിച്ചുപോയി, അല്ല റബ്ബേ, ഈ മീസാൻ തട്ടിൻ്റെ ത്രാസിൽ തൂങ്ങാൻ പറ്റിയ എന്തെങ്കിലും അമല് നമ്മളെ കയ്യിൽ ഇല്ലല്ലോ റബ്ബേ. ഇത് തൂങ്ങണമെങ്കിൽ, ഇതിൻ്റെ നന്മ തട്ടുകൾ തൂങ്ങണമെങ്കിൽ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം മുഴുവൻ ചെയ്താലും അത് നടക്കില്ല. അത്രമാത്രം ഗൗരവമുള്ള ഒരു മീസാന തട്ടാണല്ലോ റബ്ബേ. അതിലെങ്ങനെ തൂങ്ങുക? ഞാൻ എത്ര ചെയ്താലും അത് സാധിക്കില്ല. അങ്ങനെയല്ലേ ബോധ്യപ്പെടുന്നത്? പിന്നെ എങ്ങനെ റബ്ബേ മീസാൻ തട്ടിൽ നന്മയുടെ ത്രാസ് തൂങ്ങിയാലല്ലേ നീ പൊരുത്തപ്പെടുകയുള്ളൂ, സ്വർഗം കിട്ടുകയുള്ളൂ? അതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ലല്ലോ റബ്ബേ. ഇതെങ്ങനെ സാധിക്കും എന്ന് വല്ലാത്ത വേജാറോടുകൂടെ വല്ലാത്ത വിഷമത്തോടുകൂടെ ദാവൂദ് നബി അലൈഹിസ്സലാം റബ്ബിനോട് ചോദിക്കണം. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, ഇത് ചോദിക്കുന്നത് നബിയുല്ലാഹി ദാവൂദ് നബി അലൈഹിസ്സലാമാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രങ്ങളും അവിടുത്തെ ഇബാദത്തുകളൊക്കെ കേട്ടാൽ അതിൻ്റെ ഒരു അംശം പോലും നമ്മുടെ ജീവിതത്തിലില്ല. ഇങ്ങനെയെല്ലാം ഇബാദത്തെടുത്ത, ഇങ്ങനെയെല്ലാം തഖ്വയോടുകൂടി ജീവിച്ച, എന്തിനേറെ പറയും, നബിയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ദാവൂദ് നബി അലൈഹിസ്സലാം ആ മീസാൻ തട്ടിനെ പേടിച്ച്, മീസാൻ തട്ടിനെ കണ്ടപ്പോൾ എത്രമാത്രം പേടിച്ചിട്ടുണ്ടെങ്കിൽ, ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ഇബാദത്തുകളൊക്കെ എവിടെ പോകും? എവിടെ തൂങ്ങാനാണ്? എവിടെ രക്ഷപ്പെടാനാണ് എന്നുള്ളൊരു ബോധം കൂടി നമുക്കുണ്ടാകണം. ഇങ്ങനെയുള്ളൊരു വിഷമം ദാവൂദ് നബി അലൈഹിസ്സലാം റബ്ബിനോട് ചോദിച്ചപ്പോൾ, റബ്ബേ, നാം എത്ര ഇബാദത്ത് ചെയ്താലും അതൊന്നും നിന്റെ മീസാൻ തട്ടിൽ നിറയാൻ പോകുന്നില്ല റബ്ബേ എന്നതല്ലേ ബോധ്യപ്പെടുന്നത് എന്നുള്ള വിഷമം വേജാറുകളൊക്കെയും ഇങ്ങനെ റബ്ബിനോട് പ്രകടിപ്പിച്ചപ്പോൾ അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞൊരു മറുപടിയുണ്ട്. അത് നമുക്കും വലിയൊരു പ്രതീക്ഷയാണ്, വല്ലാത്തൊരു പ്രതീക്ഷയാണ്. അള്ളാഹു പറയാണ്, യാ ദാഊദ് ഇന്നി ഇദാ റളീതു അൻ അബ്ദി മലഅതുഹാ ബിതംറത്തിൻ. എൻ്റെ അടിമയിൽ നിന്ന് ഒരു ചെറിയ അമല്, അത് കേവലം അവൻ സ്വതക്ക ചെയ്തത് ഒരു കാരക്ക കൊണ്ടാണ് അവൻ സ്വതക്ക ചെയ്തിട്ടുള്ളത്, അത് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ഇഖ്ലാസ് നോക്കിയിട്ട് അവനത് റബ്ബിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, എനിക്ക് വേണ്ടി മാത്രം ചെയ്തു എന്ന രീതിയിൽ അവനത് ചെയ്യുകയും ചെയ്തത് ചെറുതാണ്, പക്ഷേ അത് നല്ല ഇഖ്ലാസോടുകൂടെ ചെയ്താണ്, അത് ഞാൻ ഇഷ്ടപ്പെടുകയും പൊരുത്തപ്പെടുകയും ഞാൻ ചെയ്തു. എന്നാൽ മറ്റൊരു അമലും ആവശ്യമില്ല, ആ ചെറിയൊരു കാരക്ക സ്വതക്ക ചെയ്തത് മതി ഈ മീസാന് മൊത്തം നിറയാനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ എന്താണ് ഇതിൽ നാം മനസ്സിലാക്കേണ്ടത്? അതേ, ചെയ്യുന്ന അമല് അതെത്ര ചെറുതാണെങ്കിലും റബ്ബ് ഇഷ്ടപ്പെടണം, റബ്ബ് പൊരുത്തപ്പെടണം, അവന് വേണ്ടി മാത്രമെന്ന് ചിന്തിച്ച് ചെയ്യുന്ന അമലുകളൊക്കെയും അത് ശരിയായി നല്ലവനും അതിൻ്റെ ഷറുത്തും ഫർദും സുന്നത്തുകളൊക്കെയും പാലിച്ച് റബ്ബിൻ്റെ ഇഖ്ലാസോടുകൂടെ നല്ല നിലക്ക് എല്ലാ അമലുകളും ചെയ്യാൻ നോക്കണം. ആ ചെയ്യുന്നതിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു അമലെങ്കിലും റബ്ബ് ഇഷ്ടപ്പെട്ടാൽ നാം കൈച്ചിലായി പോകും, നാം വിജയിച്ചു പോകും, അള്ളാഹു ഇഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകും. അല്ലെങ്കിൽ നമുക്ക് എത്ര ഇബാദത്തുണ്ടായിട്ടും കാര്യമില്ല, റബ്ബ് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ധാരാളം അമലുകൾ ചെയ്യാൻ അവൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.